നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത്? നേപ്പാൾ പാർലമെൻറ്റിന് വരെ ഇന്ന് തീയിട്ടു. ഞാൻ ചില ന്യൂസ് റിപ്പോർട്ട് കാണുവാനിടയായി തീർന്നു. പാർലമെൻറ്റ് മാത്രമല്ല, നേപ്പാളിൽ തലസ്ഥാനത്ത് കാഠ്മണ്ഡുവിലെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ഒഫീഷ്യൽ ബിൽഡിങ്ങുകൾക്കൊക്കെ തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. നേപ്പാളിലെ പുതുതലമുറ എഴുന്നേറ്റിരിക്കുകയാണ്, ഉണർന്നിരിക്കുകയാണ്. നേപ്പാളിലെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ രാജിവെച്ചു. അതൊന്നും അവരെ അടക്കുന്നില്ല. എന്താണ് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേപ്പാൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്ത്യയുടെ 4 കോണിലുമുള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശിലെ പാലസിൽ കയറിയിട്ട് ആളുകൾ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്ക് കുറേ മാസമായതേ ഉള്ളൂ ന്യൂസിലൂടെ നമ്മൾ വായിച്ചിട്ട്. അങ്ങ് ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാം. ഇനിയും പാകിസ്ഥാൻ്റെ കാര്യം ആകെപ്പാടെ താറുമാറായ അവസ്ഥ. ഇന്ത്യയുടെ 4 ചുറ്റിലും കിടക്കുന്ന ഈ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പാണ്. ഇന്ത്യക്കും ഇതൊരു മുന്നറിയിപ്പാണ്. കാരണം നേപ്പാളിലുണ്ടായിരിക്കുന്ന ഇന്നത്തെ ഒരു വലിയ ആഭ്യന്തര ലഹളയുടെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, ജനറേഷൻ സി എന്നൊക്കെ പറയുന്ന പുതുതലമുറ, അവരെക്കുറിച്ച് പറയുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും നിശബ്ദമായ തലമുറയെന്ന്. പക്ഷേ അവർ വയലൻ്റ് ആയിരിക്കുകയാണ്. കാരണം അവരുടെ കൺട്രോള് പോയിരിക്കുന്നു. നിശബ്ദമെന്ന് നമുക്ക് തോന്നാവുന്ന ഈ ജനറേഷൻ സി ഉണ്ടല്ലോ, പുതിയ തലമുറയുണ്ടല്ലോ, ഈ തലമുറ ശരിക്കും ഒരു നിശബ്ദമായിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ്. പൊട്ടിയാൽ വലിയ അപകടമാണെന്നുള്ളത് തിരിച്ചറിയണം. പ്രശ്നമെന്താ? വളരെ മാരകമാകുന്ന അഴിമതിയാണ് നേപ്പാളിൽ നടക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഒരു രാഷ്ട്രത്തിൽ കണ്ടമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു സമയം കഴിയുമ്പോൾ, ഒരു പരിധി വിടുമ്പോൾ ആ ദേശത്തിലെ പുതുതലമുറ, നിശബ്ദമായിരിക്കുന്ന തലമുറ, അവർ ഗർജിക്കുന്ന സിംഹങ്ങളായി മാറുമെന്നുള്ളതിന് തെളിവാണ് നേപ്പാൾ നമ്മുടെ മുമ്പിൽ, ശ്രീലങ്ക നമ്മുടെ മുമ്പിൽ. ബംഗ്ലാദേശിലെ വിഷയം മറ്റ് പലതുമാണെങ്കിലും അവിടെ സംഭവിച്ചതും ഏകദേശം അതൊക്കെ തന്നെയാണ്. പാകിസ്ഥാനിൽ സംഭവിച്ചത്, പാകിസ്ഥാനിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണം ഉണ്ടായപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആ രാഷ്ട്രം നിലനിൽക്കുകയില്ലെന്ന്. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തുന്ന രാഷ്ട്രങ്ങളൊക്കെ തകർന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. അത് പഠിക്കാത്തതാണ് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാർക്ക്, ഗവൺമെൻറ്റുകൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ പരാജയം എല്ലാവർക്കും പാഠമാണ്. കാരണം മതമായിരുന്നു ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ സൗഭാഗ്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആഴത്തിൽ വേരൂന്നിയ ജനാധിപത്യ ബോധമാണ്, ഇന്ത്യൻ ജനാധിപത്യമാണ്. ഇത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മെ ഉണർത്ത് വിളിയായി മാറുന്നത്, ഒരു വേക്കപ്പ് കോൾ എന്ന് പറയാം, നമ്മെ ഓർപ്പിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം സുശക്തമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ രാഷ്ട്രങ്ങളിലെ പോലെ നമ്മുടെ രാജ്യത്തും അഴിമതിക്കൊന്നും കുറവില്ല. കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും കേട്ടോ. ഈ പുതിയ തലമുറ, എല്ലാ രാജ്യങ്ങളിലെയും പുതിയ തലമുറ, അവർ വിദ്യാഭ്യാസത്തിൽ മുന്നിലാണ്. പണ്ടത്തെ പോലെ അറിവില്ലാത്തവരല്ല പുതിയ തലമുറ. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് ജയിക്കുന്നത് 35% ആളുകളാണെങ്കിൽ ഇന്ന് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ 99% കുട്ടികളും ജയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പണ്ടത്തെ പോലെ എഴുത്തും വായനയും അറിയാത്തവരുടെ ഒരു സമൂഹമല്ല. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, നല്ലൊരു ഭൂരിപക്ഷവും യങ്സ്റ്റേഴ്സായുള്ള രാജ്യത്ത് അത്യാവശ്യം വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകൾ, ഏറ്റവും റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും അക്ഷരം അറിയാവുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവുന്ന ആളുകൾ, അങ്ങനെ ഉള്ള ഒരു പഠിപ്പും അറിവുമുള്ള സമൂഹം, അവർ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കണ്ടിട്ട് അവരുടെ അകത്ത് ഒരു വോൾക്കാനോ, ഒരു ജ്വാലാമുഖി, ഒരു എന്താ പറയുന്നത് മലയാളത്തിൽ, ഒരു അഗ്നിപർവ്വതത്തെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം. ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവർ ചിന്തിക്കുന്നത് പൊതുജനം കഴുതയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്ന് നോക്കിക്കേ. അവർ പറയുന്ന മണ്ടത്തരമല്ല നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവർക്ക് വേണ്ടി എന്നും വോട്ട് ചെയ്യുമെന്ന് അവരുടെ ചിന്ത. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ്റെ സമയത്ത് വരുമ്പോൾ മഞ്ഞപ്പല്ലും കാണിച്ച് ഇങ്ങനെ വെളുക്ക ചിരിച്ചിട്ട് കൈയൊക്കെ കൂപ്പി വലിയ വിനയത്തോടു കൂടിയൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ രാജാക്കന്മാരായി വാഴുന്നവരായി മാറുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലുണ്ടായ സംഭവം നിങ്ങൾ കണ്ടില്ലേ? അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന ഒരു മലയാളി IPS ഉദ്യോഗസ്ഥയോട് തട്ടിക്കയറുന്ന മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ കഥ, പവാറിൻ്റെ അനന്തരവൻ. അദ്ദേഹം പിന്നെ ഒരു ഖനന മാഫിയായുടെ പ്രവർത്തനങ്ങളെ ആ വണ്ടി പിടിച്ചെടുക്കുവാൻ വേണ്ടി IPSകാരി പോകുമ്പോഴാണ് അദ്ദേഹം ഫോൺ ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് അവിടെ നിർത്തുവാൻ പറയുന്ന, വണ്ടി വിട്ടുകൊടുക്കാൻ പറയുന്നത്. ശരിക്കും പബ്ലിക്കലി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രംഗമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ന്
ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പഴയ കാലമൊന്നുമല്ല, ഇപ്പോൾ തന്നെ വീഡിയോ പിടിച്ച് അപ്പോൾ തന്നെ അത് സർക്കുലേറ്റ് ചെയ്ത് വൈറലാക്കി ഇനിയും ആ ഒരു മന്ത്രിക്ക് ഒന്നും പറയാൻ വയ്യാത്ത അത്രയും, ന്യായീകരിക്കാൻ ഒരു പഴുതില്ലാത്ത അത്രയും സോഷ്യൽ മീഡിയ മുഴുവൻ അത് നിറഞ്ഞിരുന്നു. ഇതെല്ലാം ആരാ കാണുന്നത്? ഇതെല്ലാം കാണുന്നത് ഈ പറഞ്ഞ ജനറേഷൻ സി ആണ് കേട്ടോ. രാഷ്ട്രീയക്കാർ ഇത് ഓർക്കുന്നത് നല്ലതാണ്. ജനറേഷൻ സിയുടെ അടുക്കലൊക്കെയാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്തകളെല്ലാം പോകുന്നത്. അഞ്ജന കൃഷ്ണ ഇന്ന് ഒരു വലിയ ഹീറോയാണ്. ഇന്ത്യയിലെ യൗവനക്കാരുടെ ഇടയിൽ അവർ വലിയ പോപ്പുലറാണ്. അങ്ങനെയുള്ളവർക്ക് ആളുകൾ കൈയടിക്കുന്നു. ഈ പറഞ്ഞ അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ ജനമനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നേപ്പാളിലെ സർക്കാർ മറ്റൊരു മണ്ടത്തരം ചെയ്തത്. അവരോർത്തു ഈ സോഷ്യൽ മീഡിയ ആണ് ശത്രു, കാരണം സോഷ്യൽ മീഡിയ വഴിയല്ലേ ഇതെല്ലാം പ്രചരിക്കുന്നത്, അതുകൊണ്ട് ഇതങ്ങ് നിർത്തിക്കളയാം, സോഷ്യൽ മീഡിയ ബാൻ. അതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. ഓൾറെഡി അഴിമതിയെക്കുറിച്ച് ആളുകൾ വളരെ നിരാശയോടുകൂടി ഇരിക്കുമ്പോഴാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ എന്ന മാധ്യമം, അത് യൂട്യൂബ് ആണെങ്കിലും മറ്റെല്ലാ മാധ്യമങ്ങളെയും ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു? ജനം തെരുവുകളിൽ ഇറങ്ങി. ഈ ഇന്ത്യയിലും ചില രാഷ്ട്രീയക്കാരുടെ മണ്ടൻ ബുദ്ധി അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് ആരും പറയത്തില്ലല്ലോ, ഞങ്ങളുടെ വീഡിയോ വൈറലാകത്തില്ലല്ലോ എന്നൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയമാകട്ടെ, ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യമാകട്ടെ, ആ ജനാധിപത്യ രാജ്യങ്ങളിലെ യൗവനക്കാരുടെ ആഗ്രഹം, അവരുടെ നേതാക്കന്മാർ, അവരെ ഭരിക്കുന്നവർ ഒരു മോഡേൺ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ വ്യൂ ഉള്ളവരായിരിക്കണം. അതായത് വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയാണ്, എത്രമാത്രം രാഷ്ട്രീയ സംശുദ്ധി പാലിക്കുന്നവരാണ്, അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് രാഷ്ട്രീയക്കാരെയാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കാപട്യം കാണിച്ച് മുഖത്ത് ചിരിച്ചുകൊണ്ട് വന്നാൽ ഈ തലമുറ മനസ്സിലാക്കത്തില്ല. ഇതാണ് നേപ്പാളിൽ സംഭവിക്കുന്നത്. നാളെ അത് ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യത്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ അഴിമതിയും സ്വജന പക്ഷപാതവും ഒക്കെ കണ്ടമാനം അങ്ങ് കൂടിയാൽ കുറേ കാലത്തേക്ക് കുറേ പേരെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ പറ്റും. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢിയാക്കാൻ പറ്റത്തില്ല. ഈ ഒതുക്കി നിർത്തിയിരിക്കുന്ന ജനരോക്ഷം ഈ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ, ഈ പറഞ്ഞ നേപ്പാളിൽ സംഭവിച്ചതുപോലെ ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യത്തും സംഭവിക്കാമെന്ന് രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവർ തിരിച്ചറിയണം. അത് മാത്രമാണ് ഇതിന് ഒരു പോം വഴി. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യൻ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധമാണ്, ഇവിടുത്തെ ജനാധിപത്യമാണ്. അതുകൊണ്ട് ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.